أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم من يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. വളരെ സങ്കീർണമായ, ഒളിഞ്ഞും തെളിഞ്ഞും വിവാദങ്ങൾ അനുദിനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ധാരാളം വിഷയങ്ങൾ ഇതിനു മുൻപ് പലപ്പോഴും സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക സമൂഹം നേരിടേണ്ടി വന്ന ഹലാൽ വിഷയത്തിലുള്ള വിവാദങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഹലാൽ എന്നത് കേവലം ആഹാരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ സംസ്കാരവും നിലപാടും ജീവിതവും രൂപപ്പെടുത്താനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളാണ് എന്നും പങ്കുവെക്കുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില ഇസ്ലാമിക സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും കുറിച്ച് സഹോദരങ്ങളോട് വിശദീകരിക്കുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സംഘടനയുടെ പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ ഇസ്ലാമുമായും മുസ്ലിങ്ങളുമായും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു ബന്ധവും ഇല്ലാത്ത വിഷയത്തിലായിരുന്നിട്ട് പോലും അതിനിടയിൽ കടന്നുവന്ന ചില വൈകാരിക മുദ്രാവാക്യങ്ങളുണ്ട്. 5 നേരം നമസ്കരിക്കാൻ പള്ളികളൊന്നും ബാക്കിയുണ്ടാവുകയില്ല, 5 നേരത്തെ ബാങ്ക് പള്ളികളിൽ നിന്ന് കേൾക്കുകയില്ല എന്ന അതീവ ഗൗരവതരവും ഗുരുതരവുമായ ചില വർത്തമാനങ്ങൾ ഒരുപക്ഷെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിൽ നിന്നുകൊണ്ട് അത്തരം ചില വാചക കസറത്തുകളെയും ഇടപെടലുകളെയും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാകാം. ചിലപ്പോൾ വൈകാരികമായും അതിവൈകാരികമായും അതിനോട് പ്രതികരിക്കുന്നവരും ഉണ്ടാകാം. ഇത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്താണ് എന്നും പള്ളികൾ എന്തിനുള്ളതായിരിക്കണമെന്നും പള്ളികളുടെ നടത്തിപ്പുകാർ ആരായിരിക്കണമെന്നും അവരുടെ യോഗ്യത എന്തായിരിക്കണമെന്നും അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ആ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന ഭരണകൂടത്തിന്റെ ഒരു അഭിപ്രായവും
അതിനെതിരെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും ഏകോപിച്ച ചില പ്രതിഷേധങ്ങളും രംഗത്തുണ്ടാവുകയുണ്ട്. ഈ സാഹചര്യത്തിൽ പള്ളിയും പള്ളി പരിപാലകരും എന്നതുപോലെ തന്നെ വഖഫിനെ കുറിച്ചും ചില യാഥാർത്ഥ്യങ്ങൾ സത്യവിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളി എന്ന് പറയുന്നത് ഉമ്മത്ത് മുസ്ലിമയുടെ അജണ്ട തീരുമാനിക്കാനുള്ള കേന്ദ്രമാണ്. പള്ളി എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു ശരാശരി മുസ്ലിം പറയും 5 നേരത്തെ നമസ്കാരത്തിനുള്ളതാണ്. പള്ളി എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഒരു ശരാശരി ഇസ്ലാമേതര മത സമൂഹത്തിൽ നിലകൊള്ളുന്ന ആളുകൾ പറയും 5 നേരവും നമസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കാൻ ബാങ്ക് വിളിക്കാനുള്ള കേന്ദ്രമാണ്. ഇങ്ങനെ ഒരുപക്ഷെ ഒരു മുസ്ലിമിന്റെയും മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യന്റെയും നിരീക്ഷണം ഉണ്ടാകും. യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി മാറാനുള്ള, അവന്റെ നിലപാടും അവന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളും രൂപീകരിക്കാനുള്ള, അവന് ദിശാബോധം പങ്കുവച്ചു കൊടുക്കാനുള്ള കൂടിയാലോചനയുടെ കേന്ദ്രമാണ്. പള്ളികൾ ആരാധനകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പള്ളി എന്ന് നാം വിളിച്ച പേരാണ്. യഥാർത്ഥത്തിൽ മസ്ജിദ് എന്നാണ് അറബി ഭാഷയിൽ നമ്മൾ അതിന് പറയുന്നത്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ഒരിക്കലും പള്ളി എന്നല്ല. മസ്ജിദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം സുജൂദ് ചെയ്യുന്ന കേന്ദ്രം എന്നാണ്. അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭമാണ് സുജൂദിന്റേത്. അവന്റെ നെറ്റിത്തടം അവൻ മണ്ണിൽ ചേർത്ത് വെക്കുന്നു. എന്നിട്ട് അവന്റെ നാവുകൾ കൊണ്ട് സർവാധിനാഥനായ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന പ്രകീർത്തനത്തിന്റെ വർത്തമാനങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. അഥവാ ഏറ്റവും മൂർത്തമായ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വൈകാരികമായി അടുത്തു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അവന്റെ സുജൂദ് എന്നത്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനം ആകാശത്താണോ എന്ന് ഒരു വേള നാം ആലോചിക്കും. അതല്ല, സുജൂദ് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന മണ്ണിലാണോ അള്ളാഹു ഉള്ളത് എന്ന് നാം ആലോചിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച ഒരു സൂക്തമുണ്ട്. നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം വിളിയുടെയും അത്തരത്തിലുള്ള എല്ലാ നിഗൂഢമായ നീക്കങ്ങളുടെയും മുനയൊടിക്കുന്ന ഒരു വർത്തമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 114, 115 സൂക്തങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത്, വമൻ അളലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം നമിക്കുന്ന കേന്ദ്രങ്ങളെ തടഞ്ഞു വെക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ആ കേന്ദ്രങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിനെ തടഞ്ഞു നിർത്തുകയും അത്തരം കേന്ദ്രങ്ങൾ തകർക്കണം, അതിനെ തകർത്തെറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെക്കാൾ വലിയ അക്രമികൾ മറ്റാരും തന്നെയില്ല. ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ.
അത്തരം നീക്കങ്ങളിലേക്കോ അത്തരം ഭവനങ്ങളിലേക്കോ അവർ പ്രവേശിക്കുന്നത് ഇല്ലാ ഖായിഫീൻ, ഭയപ്പാടോടുകൂടിയിട്ടല്ലാതെയില്ല. അവർക്ക് ആശങ്കയുണ്ട്, അവർക്ക് ഭയമുണ്ട്, അവർക്ക് പേടിയുണ്ട്. അദൃശ്യമായ ശക്തികളിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് ഒരു മതസമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ, ആരാധനാനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസ സംഹിതകൾ, വേദഗ്രന്ഥങ്ങൾ, വൈകാരികമായി ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാഴ്ചപ്പാടുകൾക്കെതിരെ നീക്കങ്ങൾ നടത്തുകയും അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഭയപ്പാടുകളോടുകൂടിയും ആശങ്കകളോടുകൂടിയുമല്ലാതെ അവർക്കതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഈ ഭൂമിയിൽ സംഭവിക്കാനുള്ളത് അതീവ നിന്ദ്യമായ പരിണിതിയാണ്. ഏറ്റവും മോശമായ, നിന്ദ്യമായ, പരിഹാസ്യമായ, അപഹസിക്കപ്പെടുന്ന ഒരു പരിണിതിയാണ് അവർക്ക് സംഭവിക്കാനുള്ളത്. വലഹും അദാബുൻ അലീം ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് പരലോകത്ത് സംഭവിക്കാനുള്ളത് അതീവ ഗൗരവതരമായ ശിക്ഷയുമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി സത്യവിശ്വാസികൾ ആലോചിച്ച് നോക്കുക. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, തീർച്ചയായും ഉദയാസ്തമയ സ്ഥാനങ്ങൾ അള്ളാഹുവിനുള്ളതാകുന്നു. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടണമെങ്കിൽ പരിമിതമായ, നിർണിതമായ കേന്ദ്രങ്ങൾ ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണണോ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രഭാവം എന്ത് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതുണ്ടോ? വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. അവർ എവിടേക്കാണോ തിരിയുന്നത്, എവിടേക്ക് അവർ തിരിഞ്ഞാലും, എവിടേക്ക് അവരുടെ ആരാധനാകർമ്മങ്ങൾ ചേർത്ത് വെച്ചാലും, എവിടേക്ക് അവരുടെ പ്രാർത്ഥനകൾ ചേർത്ത് വെച്ചാലും, ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, അവിടെയെല്ലാം അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ പ്രഭാവം, അള്ളാഹുവിന്റെ ചൈതന്യം അവർക്ക് ദർശിക്കാം. ഇന്നല്ലാഹ വാസിഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാസിഉൻ അലീം, എല്ലാത്തിനെയും വിശാലമായി അറിയാൻ കഴിയുന്നവനാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ ചേർത്ത് വെക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് പള്ളികൾ എന്ന് പറയുന്നത് കേവലം ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഇടങ്ങളല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കേട്ട് തഴമ്പിച്ച് ഞാനും നിങ്ങളും പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, പള്ളിയിൽ പോയി പറ എന്ന്. പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കലും പരിഹാരമില്ലാത്ത വർത്തമാനങ്ങൾക്കാണ് നമ്മൾ അങ്ങനെ പറയാറ്. ഒരിക്കലും പരിഹാരമില്ലാത്ത, ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയും പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞാൽ ആ വർത്തമാനം അവിടെ കഴിഞ്ഞു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പഴഞ്ചൊല്ല് കടന്നു വന്നത് എങ്ങനെയാണ് എന്നറിയുമോ? നമ്മൾ ചരിത്രത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പള്ളി അവന്റെ ജീവിതത്തിന്റെ പരിഹാരമായിരുന്നു. അവന് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരം പള്ളിയിൽ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് നിർമ്മിക്കുന്ന മദീന മുനവ്വറ എന്ന് നാം പറയുന്ന മുനവ്വറ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ നിർമ്മാണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഭാഗികമായി മേൽക്കൂരയുള്ളതും ഭാഗികമായി മേൽക്കൂരയില്ലാത്തതുമായിരുന്നു. എന്തായിരുന്നു ആ ഭാഗികമായി മേൽക്കൂരയുള്ളതിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ മദീന പരിസരത്തുണ്ടായിരുന്ന വീടില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും രാത്രികാലങ്ങളിൽ അന്തി ഉറങ്ങാനുള്ള, സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഇടമായിരുന്നു, പരിഹാരമായിരുന്നു മദീന പള്ളി എന്നത്. മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലൂടെ യാചിച്ച് നടന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ നാം. ആ മനുഷ്യൻ എന്തിനായിരുന്നു യാചിച്ചത് എന്ന് ചോദിച്ചാൽ ജീവിക്കാൻ ഗതിയില്ലാത്തത് കൊണ്ടായിരുന്നു. ആ മനുഷ്യനെ യാചനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് പിരിവെടുത്ത് മൂർച്ചയേറിയ മഴുവാങ്ങി കൊടുത്തിട്ട് ആ മനുഷ്യനോട് വിറക് വെട്ടാൻ ആവശ്യപ്പെട്ട ചരിത്രം നമുക്ക് കാണാം. അഥവാ ജീവിതായോധന മാർഗം അന്വേഷിച്ച മനുഷ്യന്റെ മുമ്പിൽ വരുമാനത്തിനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നത് പള്ളിയിൽ നിന്നായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇന്നും ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൻപുറത്തെ പള്ളികളിൽ നമ്മൾ കാണുന്ന ഒരു ഷാളും വാളും ഉണ്ടല്ലോ. പള്ളി മിമ്പറുകളിലേക്ക് നമ്മുടെ മഹല്ല് ഖത്തീബുമാര് കയറുമ്പോൾ ധരിക്കുന്ന ഒരു ഷാളും അവരുടെ കയ്യിൽ പിടിക്കുന്ന ഒരു വാളും ഉണ്ടല്ലോ. എവിടെ നിന്നാണ് ഈ ഷാളും വാളും ഇസ്ലാമിക സമൂഹത്തിൽ പള്ളി മിമ്പറുകളിലോളം കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക സമൂഹത്തിൽ നിലനിന്നിരുന്ന അൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അഥവാ ഒരു ഏക നേതൃത്വം എന്ന് പറയുന്ന ഏക നേതൃത്വത്തിന്റെ കീഴിൽ ഇസ്ലാമിക ലോകം ഒന്നടങ്കം അണിയായി നിന്നിരുന്ന ഒരു കാലഘട്ടവും അതീവ ഗൗരവതരമേറിയ ഒരു ചരിത്രവും നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പള്ളിയിൽ ഒരു ഇമാം വേണമെങ്കിൽ, ഒരു ഖാളി വേണമെങ്കിൽ, ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ അൽ ജമാഅത്തുമായിട്ട് ബന്ധപ്പെടണം. അൽ ജമാഅത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഘത്തെ നിയമിക്കും. ആ സംഘം ആ നാടിനെ കുറിച്ച് പഠിക്കും. ആ നാടിന്റെ വൈജ്ഞാനികമായ അവസ്ഥ എന്താണ്? വൈജ്ഞാനികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെ വൈജ്ഞാനികമായി ഉയർത്തിക്കൊണ്ടുവരണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ സാമ്പത്തിക മേഖലയിലെ അഭിവൃദ്ധിക്ക് വേണ്ട ഏതെല്ലാം നീക്കുപോക്കുകൾ നടത്തണോ അതിന് യോഗ്യതയുള്ള ഒരു മനുഷ്യൻ അവിടെ കാലിയായിട്ട് വരണം. അവിടുത്തെ ജനങ്ങൾ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട തിന്മകൾക്ക് വഴിപ്പെട്ടുപോയ ആളുകളാണെങ്കിൽ ആ തിന്മയിൽ നിന്ന് അവരെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതൃത്വം അവർക്കുണ്ടാകണം. അവിടുത്തെ ജനങ്ങൾ ആരാധനാകർമ്മങ്ങളിൽ പിന്നോക്കമാണെങ്കിൽ അവരെ ആരാധനാകർമ്മങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതൃത്വം അവിടെ ഉണ്ടാകണം. അങ്ങനെ ഈ അൽ ജമാഅത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഓരോ നാടിനും കഴിയുന്ന രീതിയിൽ അവർക്ക് വേണ്ട ഒരു ഖാലിയെ അൽ ജമാഅത്തിൽ നിന്ന് ചുമതലപ്പെടുത്തും. ആ ഖാലി നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന 2 അടയാളങ്ങളിൽ ആ 2 അടയാളങ്ങളും ഇന്ന് അവശേഷിക്കുന്നതാണ്. ഒന്ന് ഷാളും മറ്റൊന്ന് വാളും എന്ന് പറയുന്നത്. ഷാള് ആത്മീയമായ കാര്യങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ മനുഷ്യനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. വാള് ആത്മീയമല്ലാത്ത കാര്യങ്ങളിൽ, നിങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, നിങ്ങളിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ട് എങ്കിൽ, നിങ്ങളിൽ അസാൻമാർഗിക ജീവിതം നയിക്കുന്നവരെ ആ ധാർമ്മികതയിലേക്കും സദാചാരത്തിലേക്കും നൈതികതയിലേക്കും മടക്കിക്കൊണ്ടുവരേണ്ടതുണ്ട് എങ്കിൽ പള്ളികൾക്കുള്ളിൽ നിന്ന് അതിനുള്ള പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരത്തിന്റെ അടയാളമായിട്ടായിരുന്നു വാള് കൊടുത്തയച്ചിരുന്നത്. ആ അടയാളങ്ങളൊക്കെയും ഇന്ന് അവശേഷിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, പള്ളിയിൽ പോയി പറ എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ല് അതിന്റെ ജീവൻ എവിടെയോ ചോർന്നു പോയപ്പോ ഞാനും നിങ്ങളുമൊക്കെ പരിഹാസത്തിന്റെ ഒരു വർത്തമാനമായി ഉപയോഗപ്പെടുത്തുന്നത് പോലെ 2 അടയാളങ്ങൾ ഇവിടെയും ബാക്കി നിൽക്കുന്നുണ്ട്. അതൊക്കെയും പള്ളി എന്തിനുള്ളതായിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ഒരുപാട് വർത്തമാനങ്ങൾ പറയാതെ തന്നെ നമുക്ക് മുമ്പിൽ വരച്ചു വെക്കാൻ കഴിയുന്ന ചില അടയാളങ്ങളാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത്, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളികൾ എന്ന് പറയുന്നത് കേവലം ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഇടങ്ങളല്ല. ആരാധനകൾ അവിടെ നിർവഹിക്കപ്പെടണം. ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടണം. ആ ഒരുമിച്ച് കൂടലുകളുടെ ഭാഗമായി ഇസ്ലാമിക സമൂഹത്തിന് വേണ്ട ജാഗ്രതായ നിർദ്ദേശങ്ങൾ പങ്കുവെക്കാൻ, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ട ക്രിയാത്മകമായ ദിശാബോധം പങ്കുവെച്ചു കൊടുക്കാൻ വെള്ളിയാഴ്ച ഖുത്ബകളും പ്രഭാഷണങ്ങളും പള്ളി മിമ്പറുകളും അവർക്ക് ഉപകരിക്കപ്പെടണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ മിമ്പറിലേക്ക് കയറുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ആ മിമ്പറുകളിൽ നിൽക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വന്ന ഖുലഫാഉർ റാഷിദീൻ, ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം വഹിച്ച ആളുകളൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു എന്ന് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ തിരുത്തിക്കൊണ്ട് ഒരു യുവതി എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്ക് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അനുവദിച്ചു തന്ന അവകാശങ്ങളെ കുറക്കാൻ ആരാണ് താങ്കൾക്ക് അനുവാദം തന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ മിമ്പറിലായിരുന്നു എന്നും ആ സ്ത്രീ ഇരുന്നത് അങ്ങേ തലക്കൽ പുറകിലെ സഫിലായിരുന്നു എന്നും പറയുമ്പോ പള്ളി ചോദ്യം ചെയ്യപ്പെടാവുന്ന ഇടമാണ് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടി വരുന്നു. ഇനിയും ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിനെതിരെ കവിതകൾ എഴുതിയപ്പോ ആ കവിതകൾക്ക് മറുകവിതകളുമായിട്ട് രംഗത്ത് വന്നിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വെച്ച് കവിത ചൊല്ലി. അദ്ദേഹം ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ വെച്ച് കവിത ചൊല്ലിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒന്നിങ്ങനെ സൂക്ഷ്മമായി തുറിച്ചു നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുറിച്ചു നോക്കിയപ്പോ
ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനം, ഉമറെ, താങ്കളെക്കാൾ വലിയ ഒരു മനുഷ്യൻ ഈ പള്ളിയിൽ ഉണ്ടായിരിക്കെ ഞാനിവിടെ വെച്ച് കവിത ചൊല്ലിയിട്ടുണ്ട് കേട്ടോ. താങ്കളെക്കാൾ വലിയ ഒരു മനുഷ്യൻ ഈ പള്ളിയിൽ ഉണ്ടായിരിക്കെ ഞാനിവിടെ വെച്ച് കവിത ചൊല്ലിയിട്ടുണ്ട് എന്ന് ഉമറിനോട് അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ ഈ പള്ളിയിൽ എനിക്ക് കവിത ചൊല്ലാൻ അനുവാദം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ പള്ളി ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു എന്ന് തിരിച്ചറിയാൻ സത്യവിശ്വാസികളായ സമൂഹത്തിന് മറ്റെവിടേക്കെങ്കിലും പോകേണ്ടതുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് പള്ളികൾ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ്. ഇനി ആ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ അത് പള്ളിയിൽ വന്നാൽ പരിഹാരമുണ്ടാകണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ, രോഗാതുരമായി ആശുപത്രികളിൽ കടം കയറി പ്രയാസപ്പെട്ട് ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പള്ളിയിലേക്ക് വന്നാൽ പള്ളിയുടെ വാതിലുകൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന ഒരു ബോധ്യം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ്, ഞങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നുള്ള ഒരു ബോധ്യം ഈ സമൂഹത്തിനുണ്ടാകണം. ആ പള്ളി പരിപാലിക്കപ്പെടുന്നവർ പരിപാലിക്കേണ്ടത് ആരാണ് എന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്ന ഒരു സൂക്തമുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കാനുള്ള യോഗ്യത മൻ ആമന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. 5 യോഗ്യതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഈ യോഗ്യതകൾ നമ്മുടെ പള്ളികളെ കേന്ദ്രീകരിച്ച്, നമ്മുടെ പള്ളി പരിപാലകരെ കേന്ദ്രീകരിച്ച് ഒക്കെയും നടക്കേണ്ട സൂക്ഷ്മമായ ഒരു നിരീക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ്. മൻ ആമന ബില്ലാഹ്, ഒന്നാമത്തെ അവരുടെ യോഗ്യത അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമായ ആളുകളായിരിക്കണം. വൽ യൗമിൽ ആഖിർ, അതുപോലെ തന്നെ പരലോകബോധമുള്ളവരായിരിക്കണം. നാളെ മരണമുണ്ട് എന്നും മരണാനന്തരം അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഭവനം കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലാൻ കഴിയുമോ, അതല്ല തലകുനിച്ചായിരിക്കുമോ ഞാൻ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുക എന്ന ബോധം ആ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കണം. അഥവാ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മനുഷ്യൻ നമസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന 2 തലവാചകങ്ങൾ കൊണ്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശങ്ങളും ഏറ്റവും പൂർണ്ണമായി നിർവഹിക്കുന്ന, അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കേണ്ട എല്ലാ അവകാശങ്ങളെയും ഒട്ടും കുറവ് വരാതെ ചോർന്നു പോകാതെ ചേർത്ത് വെക്കാൻ കഴിയുന്ന സക്കാത്ത, തന്റെ സമൂഹത്തിൽ സഹജീവികളുമായി, തന്റെ കുടുംബവുമായി, തന്റെ സഹോദരങ്ങളുമായി, മാതാപിതാക്കളും ഇണകളും മക്കളുമായി, അയൽവാസികളുമായി, താനുമായി ഇടപഴകുന്ന ഓരോ മനുഷ്യരുമായി പള്ളിയുടെ വാതിൽക്കലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോ അവരുടെ നേരെ വിടരുന്ന കണ്ണുകളോടുകൂടി പ്രതീക്ഷ പങ്കുവെക്കാൻ കഴിയുന്ന സഹജീവികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനും കഴിയുന്നവരായിരിക്കണം. പോരാ, ഈ 4 യോഗ്യതകൾക്ക് ശേഷം അള്ളാഹുവിൽ വിശ്വസിച്ച്, അന്ത്യദിനത്തിൽ വിശ്വസിച്ച്, നമസ്കാരം അള്ളാഹുവുമായി ബന്ധപ്പെട്ട ബാധ്യതകളിൽ വീഴ്ച വരുത്താത്ത, സഹജീവികളുമായി ബന്ധപ്പെട്ട ബാധ്യതകളിൽ വീഴ്ച വരുത്താത്ത, മാത്രമല്ല വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്ത ആരെയും ഭയപ്പെടാത്ത, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിനോടുള്ള ഖുശൂഅ്, വലം യഖ്ശ ഇല്ലല്ലാഹ്, പേടി എന്നല്ല ആ പദത്തിന്റെ അർത്ഥം. അള്ളാഹുവിനോടുള്ള ഖുശൂഅ്, നിറഞ്ഞ മനസ്സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഈ ബാധ്യതകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി, അതിനപ്പുറം പടപ്പുകളെ ഭയപ്പെടാതെ പടച്ചവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം പള്ളി പരിപാലകർ മുന്നോട്ട് പോകേണ്ടത് എന്നും അങ്ങനെ ആയിത്തീരുന്ന ആളുകളാണ് നേർമാർഗികളായി തീരുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് പള്ളി പരിപാലനത്തിന് യോഗ്യത എന്തായിരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അത് പള്ളി കമ്മിറ്റി തീരുമാനിച്ച ഭരണഘടനയിൽ എഴുതി വെച്ച യോഗ്യതകൾക്കപ്പുറം അങ്ങേയറ്റത്തെ സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുള്ള, ഉദാഹരണത്തിന് നമ്മുടെ ഈ പള്ളി നിർമ്മിക്കുമ്പോൾ ഈ പള്ളി ഇവിടെ വരണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെ ഒരു പള്ളി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിരുന്നു കൊണ്ട് നോക്കും, ആരായിരിക്കണം ഈ പള്ളിയുടെ പരിപാലകർ, ആരായിരിക്കണം ഈ പള്ളിയെ മുന്നോട്ട് നയിക്കാൻ
അതിനുവേണ്ട സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്ന, അതിനുവേണ്ടി സഹായിക്കാൻ രംഗത്ത് വരുന്ന അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ അതിന്റെ ചുറ്റുവട്ടത്തുള്ള, അതിനുവേണ്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ മാസവും ചെറുതും വലുതുമായ സംഖ്യകൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ല ഓരോ അനക്കങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആരായിരിക്കണം അവരൊക്കെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിരുന്നു കൊണ്ട് തീരുമാനിക്കുമ്പോ ആ നോട്ടത്തിൽ, ആ തെരഞ്ഞെടുപ്പിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായവരാണ് ഞാൻ പറയട്ടെ എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ പള്ളിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിയുടെ ഭാരവാഹികളായി നിൽക്കുന്നത്. ഓരോ പള്ളികളെയും കുറിച്ച് അങ്ങനെ ഒരു നിരീക്ഷണം നമുക്ക് കാണാൻ കഴിയും. കഴിവും കാഴ്ചപ്പാടുമുള്ള, യോഗ്യതയുള്ള, അർഹതയുള്ള, സമുദായത്തിന്റെ പുരോഗതിയും സമുദായത്തിന്റെ വളർച്ചയും സമുദായത്തിന്റെ വികാസവും സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് ആത്മധൈര്യവും ആത്മാഭിമാനവും പകർന്നു കൊടുക്കാനും കഴിയുന്ന ആളുകളായിരിക്കണം പള്ളി പരിപാലകരായിട്ട് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ പള്ളി പരിപാലകരായാൽ ആ സമൂഹമായിരിക്കും വൈജ്ഞാനികമായി മുന്നോട്ട് വരിക. ആ സമൂഹമായിരിക്കും പള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ വെളിച്ചം നേടിയിട്ട്, ദിശാബോധം നേടിയിട്ട് പള്ളികളിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി പോകുന്നവർ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പള്ളികൾ കേവലം നടത്തിപ്പ് മാത്രമായി, പള്ളികൾ കുറെ ടോയ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള, പള്ളി കുറെ പണിതങ്ങനെ വികാസം പ്രാപിക്കാനുള്ള, മനോഹരമായ മിമ്പറുകളും മനോഹരമായ മിനാരങ്ങളും സജ്ജീകരിക്കാനുള്ള കുറെ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ കൈകാര്യകർത്തൃത്വമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളി പരിപാലകരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കൃത്യമായ ഈ സമുദായത്തിന്റെ ഭാവിയെ നിർണയിക്കാൻ ഈ സമുദായമാകുന്ന ഒരു സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ അവർ നിർവഹിക്കേണ്ടത്. പ്രിയമുള്ളവരെ, സവിസ്തരം പ്രതിപാദിക്കപ്പെടേണ്ട, ഒരുപാട് സമയമെടുത്ത് ഇരുന്ന് വായിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ് യഥാർത്ഥത്തിൽ പള്ളി പരിപാലകരുടെ യോഗ്യത എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലൂടെ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുന്ന ആയത്തുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അവിടെ നിന്നുകൊണ്ട് പള്ളി എന്തായിരിക്കണമെന്ന്, പള്ളി പരിപാലകരാരായിരിക്കണമെന്ന് ഇനി അവിടെ നിന്നുകൊണ്ട് നാം മറ്റൊരു കാഴ്ചയിലേക്ക് വരണം. അത് വഖഫിനെ കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടം വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCയിലേക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സംഘങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് വേണ്ടതില്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് എന്നതുകൊണ്ടാണ്. വഖഫ് എന്ന് പറയുന്നത് കേവലം ഒരു ദാനമല്ല. കേവലം ഒരു ദാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപയോ 100 രൂപയോ ദാനം ചെയ്താൽ എന്റെ കയ്യിൽ നിന്ന് എന്റെ താൽക്കാലിക ഉടമസ്ഥാവകാശത്തിൽ നിന്ന് മറ്റൊരാളുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് അത് മാറിപ്പോയിരിക്കുന്നു. അയാൾക്ക് അത് വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാളുടെ കൈവശമുണ്ടായിരുന്ന സമ്പത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലങ്ങളോ മറ്റെന്തെങ്കിലും കെട്ടിടങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആ മനുഷ്യൻ നിയ്യത്ത് വെക്കുന്നതോടുകൂടി അത് വഖഫായി മാറുന്നു. അത് വഖഫായി മാറുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ച, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ചേർത്ത് വെച്ച, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഒന്നായി മാറിക്കഴിഞ്ഞു വഖഫ് എന്ന് പറയുന്നത്. 1954 യഥാർത്ഥത്തിൽ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിൽ വരുന്നത്. അതോടുകൂടിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനവും ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയും വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളും വഖഫ് ചെയ്യപ്പെട്ട ഇടങ്ങളുമൊക്കെ വഖഫ് ബോർഡിന്റെ കീഴിലേക്ക് വരികയും ചെയ്യുന്നത്. ആകെ കേവലം 106 നിയമനങ്ങൾ മാത്രമുള്ള, അതിനേക്കാൾ എത്രയോ മടങ്ങ് ദേവസ്വം ബോർഡിനകത്ത് മറ്റ് പല ബോർഡുകൾക്കും അകത്തുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. കേവലം 106 നിയമനങ്ങൾ. ആ 106 നിയമനങ്ങളിൽ 62 നിയമനങ്ങൾ മാത്രം നേർക്കുനേരെ നടത്താനുള്ളതും 44 നിയമനങ്ങൾ ഈ 66 നിയമനങ്ങളിലൂടെ പണ്ടെപ്പോഴോ നിയമിക്കപ്പെട്ടവർ അവരുടെ സീനിയോറിറ്റിക്ക് അനുസരിച്ച് അവരെ പുനഃക്രമീകരിക്കുന്നിടത്ത് സംഭവിക്കുന്ന പ്രമോഷനിലൂടെ സംഭവിക്കാനുള്ള നിയമനവുമാണ് 44 എണ്ണം എന്ന് കാണാൻ കഴിയും. ഈ 44 അല്ലെങ്കിൽ 66 പോകട്ടെ 106, ഈ 106 നിയമനങ്ങളിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ നടന്നിട്ടുള്ള വഖഫ് ബോർഡ് നിയമനങ്ങൾ എന്ന് പറയുന്നത് കേവലം 30 വർഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ളത് 36 നിയമനങ്ങൾ മാത്രമാണ്. ഈ കേവലം 28 റിട്ടയർമെന്റുകൾ മാത്രമാണ് കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയ്ക്ക് നടന്നിട്ടുള്ളത്. ഇനി വഖഫ് ബോർഡ് എന്ന് പറയുന്ന വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് ആരായിരിക്കണം എന്നിടത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പള്ളിയുടെ പരിപാലകർക്കുള്ള യോഗ്യത അവിടെയും ബാധകമാണ്.
കാരണം ധാർമ്മിക ബോധമുള്ള, ദൈവിക ബോധമുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയുന്ന, അങ്ങേയറ്റം മനസ്സാന്നിധ്യത്തോടുകൂടി ജനസേവനം നിർവഹിക്കാൻ കഴിയുന്ന തികഞ്ഞ തഖ്വാബോധമുള്ളവരായിരിക്കണം യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടവർ എന്ന് നാം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. അത് PSCയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, PSCയിലേക്ക് വരുമ്പോ അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള സംവരണങ്ങളെ കൂടി ബാധിക്കുന്നു എന്ന നിലവാരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല PSCയിലൂടെ കടന്നു വരുമ്പോ ഒരു മനുഷ്യന്റെ ജാതിയും ആ ഒരു മനുഷ്യന്റെ മതമേതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാം, മുസ്ലിം എന്ന കോളത്തിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് PSCയിലൂടെ വഖഫ് ബോർഡിലേക്ക് എത്താം. അതേസമയം അത് കൈകാര്യം ചെയ്യുന്നിടത്ത് ഈ മുസ്ലിം, ഇസ്ലാം എന്ന കോളം ഫില്ല് ചെയ്ത മനുഷ്യൻ ഒരുപക്ഷെ ധാർമ്മിക വിശുദ്ധിയില്ലാത്ത, ഒരുപക്ഷെ മദ്യപിക്കുന്ന, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോക വിശ്വാസമില്ലാത്ത, നാസ്തികനോ യുക്തിവാദിയോ മറ്റേതെങ്കിലും നിലവാരത്തിലുള്ള ആളാണെങ്കിലും ശരി, അയാൾക്ക് PSCയിലൂടെ ഈ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യപ്പെട്ട ഇടങ്ങളിൽ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകും. മാത്രമല്ല തർക്കങ്ങൾ ഉണ്ടാകുന്ന പള്ളികളിൽ, അങ്ങനെയൊക്കെ ധാരാളം പള്ളികൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ നാടുകളിൽ ഒരു പിടി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തർക്കങ്ങൾ ഉണ്ടാകുന്നിടത്ത്, മധ്യസ്ഥം വഹിക്കുന്നിടത്ത്, അത് കൈകാര്യം ചെയ്യുന്നിടത്ത്, അതിന്റെ സാമ്പത്തിക വിഹിതങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നിടത്ത് ഒക്കെയും ഈ സൂക്ഷ്മതയും ധാർമ്മികതയും ഇല്ല എങ്കിൽ അതിന്റെ നിയമനങ്ങളിൽ സംഭവിക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളും അനീതിയുമായിരിക്കും എന്നിടത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാമിക സംഘങ്ങൾ അതിനെതിരെ ശബ്ദിച്ചതും അതിനെതിരെ പള്ളികളിൽ ബോധവൽക്കരിക്കുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. പള്ളികൾ ഒരിക്കലും പ്രതിഷേധങ്ങളുടെ കേന്ദ്രങ്ങളല്ല, പള്ളികൾ പ്രതിഷേധങ്ങളുടെ കേന്ദ്രങ്ങളെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണകൂടം അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ, ഭരണകൂടം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, മറ്റേതെങ്കിലും സംഘങ്ങൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ വിനീതമായി അവരോട് നമുക്ക് സൂചിപ്പിക്കേണ്ടത്, പള്ളികൾ അങ്ങനെ പ്രതിഷേധങ്ങളുടെ കേന്ദ്രങ്ങളല്ല. പള്ളികൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ദിശാബോധം നിർണ്ണയിക്കാനുള്ള, ചിന്താശേഷി വർദ്ധിപ്പിക്കാനുള്ള, അവരുടെ ഐക്യത്തോടുകൂടി നിലനിർത്താനുള്ള, ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തുന്ന കേന്ദ്രങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. പ്രിയമുള്ളവരെ, വഖഫിനെ കുറിച്ച്, പള്ളിയെ കുറിച്ച്, പള്ളി പരിപാലകരെ കുറിച്ച് ഒക്കെയും ദീർഘമായ പഠനങ്ങൾ, കാമ്പുള്ള പഠനങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നടത്തണമെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളികളെ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ നേടിയെടുക്കേണ്ട ലക്ഷ്യം, പരലോകത്തേക്ക് ആ ഭവനങ്ങളിലൂടെ നാം നേടിയെടുക്കേണ്ട ലക്ഷ്യം, ഇത് രണ്ടും പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സുഹൃതവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി